ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അത് ഇന്ന് ഞാനൊരു ബോട്ടിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ബ്ലൂ കളർ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ബ്ലാക്ക് പെയിൻറ്റാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാനത് സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തേച്ച് കൊടുക്കണ പോലെ ആക്കും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയിട്ടാക്കുകയും ചെയ്യാം. തട്ടിയിട്ടാക്കുകയാണെങ്കിൽ നിറച്ചിങ്ങനെ ഒരു റഫായിട്ടുള്ള സർഫസ് ആയിരിക്കും. നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ആ പെയിൻറ്റ് മൊത്തം അതിൽ ആവും. അപ്പോൾ നമുക്ക് ആദ്യം ആ കുപ്പി മൊത്തം ഒരു ബ്ലാക്ക് കളറാക്കി എടുക്കണം. അപ്പോൾ അതേ കുപ്പി മൊത്തം നമ്മൾ ബ്ലാക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിനി അടുത്ത പെയിൻറ്റ് ചെയ്യാം. കുപ്പി നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാൻ റെഡും വൈറ്റും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റോസ് കളറാണ് കിട്ടുക. എന്നിട്ട് ആ റോസ് കളറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഞാൻ സ്പോഞ്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പെറ്റലിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് മുക്കിയിട്ട് നമുക്കൊരു 5 പെറ്റൽ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വെറുതെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് അങ്ങനെ നിറച്ച് പൂക്കളൊന്നാക്കിയിട്ട് നോക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മളൊരു സ്പൈറൽ ഷേപ്പിൽ അത് ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ആ ഫ്ലവർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഏകദേശം അത് മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലീഫും സ്റ്റെമ്മും വരയ്ക്കാം. അതിന് ഗ്രീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം സ്റ്റെമ്മുകളായിട്ട്. നമുക്ക് ആദ്യം സ്റ്റെമ്മ് വരച്ചിട്ട് പിന്നെ സൈഡിലൊക്കെ കുറച്ച് ലീഫൊക്കെ വരച്ച് ഒന്ന് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇത് ഫസ്റ്റ് ഒന്ന് ബോട്ടിലായിട്ട് ചെയ്ത് നോക്കാം എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. സിമ്പിളല്ലേ, എളുപ്പമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം.
ഫ്ലവറുകൾക്കും ഒക്കെ വരച്ച് കഴിഞ്ഞു. ഇനി ഇതേ കുറച്ച് ബഡ്സിൻ്റെ ഷേപ്പിൽ നമ്മൾ റോസ് കളർ തന്നെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ മെത്തേഡാണ്. ഫ്ലവറൊക്കെ നമുക്ക് വരയ്ക്കാൻ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ അതേ കണ്ട അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.